ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ഭഗവാൻ കൃഷ്ണന്റെ നിത്യകർമ്മങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നത്. ഭഗവാനെ ഒരു ഭക്തൻ വന്നിട്ട് തന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരെ രക്ഷിക്കാനും ഖലജനങ്ങളെ ശിക്ഷിക്കാനുമാണ് അങ്ങ് അവതാരം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനോട് ആ ഭക്തൻ പറയുന്നു, കാലസ്വരൂപനായിരിക്കുന്ന അങ്ങ് സകല ലോകങ്ങളുടെയും ഉടയനാണ്. അതുപോലെ ഞങ്ങളുടെ ഗതകാല അല്ലെങ്കിൽ ഭഗവാനെ ഞങ്ങളുടെ ഗതകാല ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ട് ഞങ്ങളെ ഈ വിധത്തിൽ ശല്യപ്പെടുത്താൻ ജരാസന്ധനെ നിയോഗിച്ചതായിരിക്കും. പക്ഷെ അങ്ങയുടെ പാദപത്മങ്ങളിൽ ആശ്രയം തേടുന്നവരെ പാപപൂർണമായ ജീവിതത്തിന്റെ പ്രത്യാഘാതങ്ങൾ ബാധിക്കില്ലെന്ന് മതഗ്രന്ഥങ്ങളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനാൽ ബന്ധനസ്ഥനായ രാജാക്കന്മാരെല്ലാവരും ചേർന്ന് പൂർണ്ണ മനസ്സോടെ ഞങ്ങളെ തന്നെ അങ്ങയുടെ പാതാരം നിങ്ങൾ സമർപ്പിക്കാനായിട്ട് എന്നെ പ്രതിനിധിയായിട്ട് അയച്ചിരിക്കുകയാണ്. ഭഗവാനായ അങ്ങ് ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ജരാസത്തിന്റെ കാരാഗ്രഹത്തിലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ തൽക്കാല ജീവിതം ഞങ്ങളുടെ ഗതകാല ജീവിതത്തിലെ അധാർമിക കർമ്മങ്ങളുടെ ഫലമാണെന്ന്, അതുപോലെ തന്നെ ഞങ്ങൾ അനുഭവിച്ച രാജകീയ പദവിയും ഞങ്ങളുടെ പൂർവ സുഹൃതത്തിന്റെ ഫലമാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. പുണ്യകർമ്മങ്ങളുടെയും പാപകർമ്മങ്ങളുടെയും പരിണിത ഫലങ്ങൾ കേവലം താൽക്കാലികമാണെന്നും ഈ ബദ്ധജീവിതത്തിൽ ഒരിക്കലും സുഖമുണ്ടാവുകയില്ലെന്നും ശാശ്വതമായ സുഖമുണ്ടാവുകയില്ലെന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാണ് ഈ ഭൗതിക ശരീരം ഞങ്ങൾക്ക് നൽകിയതെന്നും അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ സദാ ഉത്കണ്ഠാകുലരാണ്. ഞങ്ങൾക്കും ഇപ്പോൾ അത് ബോധ്യമായിരിക്കും. ഈ മൃതശരീരത്തിൻ്റെ ഭാരം വഹിക്കുക മാത്രമാണ് ഭൗതിക ജീവിതാവസ്ഥ ഞങ്ങൾക്കുള്ളത്. ഫലാപേക്ഷയോടുകൂടിയ കർമ്മങ്ങളുടെ ഫലമായിട്ട് ഞങ്ങൾ ഇത്തരത്തിൽ ഭാരജീവികളായിട്ട് തീർന്നിരിക്കുന്നു. ബദ്ധജീവിതത്തിൽ നിർബന്ധിതരായി തീർന്നതിനാൽ ഞങ്ങൾ ഹൃദ്യമായ കൃഷ്ണ അവബോധ ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്തു. തികഞ്ഞ വിഡ്ഢികളാണ് ഞങ്ങളെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അത്യന്ത നിമിത്തം ഞങ്ങൾ ഭൗതികമായ പ്രത്യാഘാതങ്ങളുടെ നൂലാമാലകളിൽ പോയിരിക്കുന്നു. അതിനാൽ അവിടുത്തെ പാദപത്മങ്ങളിൽ അഭയം തേടി എത്തിയിരിക്കുകയാണ്. ഫലാപേക്ഷയോടുള്ള ഞങ്ങളുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ ഉന്മൂലനം ചെയ്ത് ഭൗതിക സുഖദുഃഖങ്ങളുടെ മാലിന്യത്തിൽ നിന്ന് ഞങ്ങളെ പെട്ടെന്ന് വിമുക്തരാക്കുവാൻ അതിന് അങ്ങയ്ക്ക് കഴിയൂ. അതുകൊണ്ട് അങ്ങ് വേണ്ടത് ചെയ്യണം എന്നാണ് ഭക്തൻ പറയുന്നത്. അപ്പൊ ഭൗതികമായ ബന്ധത്തിൽ നിന്ന് ശാശ്വതമായ സുഖവും ശാന്തിയും ലഭിക്കുകയില്ല എന്ന് ഈ ജരാസന്ധന്റെ കൂട്ടുകൂടിയിരുന്ന ഈ രാജാക്കന്മാർക്കെല്ലാം മനസ്സിലായി. അവർ കുറച്ചു കാലത്തേക്ക് ജരാസന്ധന്റെ പാർഷദന്മാരായിട്ടുള്ള ശില്പതികളായിട്ട് സഹായികളായിട്ട് നടന്നവരെ ആ സമയത്ത് കപ്പം മടക്കാതെയോ ഇല്ല അങ്ങനെയുള്ള ചില ദുർവൃത്തികളിൽ നിന്നും ജരാസന്ധനെതിരായ ഭാവം വന്നപ്പോൾ ഇവരെയൊക്കെ കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പോൾ ആ രാജാക്കന്മാരുടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന രാജാക്കന്മാരുടെ പ്രതിനിധിയായിട്ടാണ് ഒരു ഭക്തൻ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഈ സങ്കടങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഞങ്ങൾ അനുഭവിച്ചിരുന്ന രാജകീയ പദവിയും ഞങ്ങളുടെ പൂർവ്വ സുഹൃതത്തിന്റെ ഫലമാണെന്നും പുണ്യകർമ്മങ്ങളുടെയും പാപകർമ്മങ്ങളുടെയും പരിണിത ഫലങ്ങൾ കേവലം താൽക്കാലികമാണെന്നും ഈ ജീവിതത്തിൽ ഒരിക്കലും ശാശ്വതമായ സുഖം ഉണ്ടാകില്ലെന്നും ഞങ്ങൾക്ക് ബോധ്യമായിരിക്കും. അതുകൊണ്ട് കൃഷ്ണ അവബോധമില്ലാതെ ഇതുവരെ പെരുമാറിയത് സുഖദുഃഖങ്ങളുടെ മാലിന്യത്തിൽ നിന്നും ഞങ്ങൾ പെട്ടെന്ന് വിമുക്തരാക്കാൻ അതിന് വേണ്ടുന്ന എല്ലാവിധ സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണം. അത് അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ആ ഭക്തൻ ഭഗവാന്റെ മുമ്പിൽ സമ്മതിക്കുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ,
ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിതാത്മാക്കളാകയാൽ ഫലാപേക്ഷയോടു കൂടിയുള്ള കർമ്മത്തിന്റെ കെണി ജരാസന്ധന്റെ രൂപത്തിൽ വന്നുപെട്ടിരിക്കുന്നതിനാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകുവാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. പ്രിയപ്പെട്ട പ്രഭോ, 10,000 ആനകളുടെ ബലമുള്ള ആളാണ് ജരാസന്ധൻ എന്ന് അവിടത്തേക്കറിയാം. ആ ബലം കൊണ്ടാണ്, അതായത് സിംഹം ആട്ടിൻപറ്റത്തെ മയക്കുന്നത് പോലെ അയാൾ ഞങ്ങളെ തടവിലാക്കിയത്. പ്രിയപ്പെട്ട ഭഗവാനെ, 18 തവണ തുടർച്ചയായിട്ട് ജരാസന്ധനുമായിട്ട് അങ്ങ് ഏറ്റുമുട്ടി കഴിഞ്ഞു. അങ്ങയുടെ അത്യസാധാരണമായ ശക്തിയെ ഉല്ലംഘിച്ച് 17 തവണയും അവിടുന്നാണ് ജയിച്ചത്. എന്നാൽ 18ാമത്തെ തവണ അങ്ങ് അവിടുത്തെ മാനുഷികമായ സ്വഭാവ ഗുണം പ്രകടമാക്കി. അങ്ങനെ അവിടുന്ന് പരാജയപ്പെട്ടതുപോലെ നടിച്ചു. ഭഗവാനെ, ജരാസന്ധന് ഒരിക്കലും അങ്ങയെ പരാജയപ്പെടുത്താനാവില്ലെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. എന്തെന്നാൽ അവിടുത്തെ ശക്തി, അധികാരം, ബലം, വിഭവശേഷി എന്നിവയെല്ലാം അപരിമേയമാണ്. അങ്ങയ്ക്ക് ഒപ്പമാകാനോ അങ്ങയെ ഉല്ലംഘിക്കാനോ ആർക്കും ആവില്ല. 18ാമത്തെ തവണ ജരാസന്ധനോട് തോറ്റതായി നടിച്ചത് അവിടുത്തെ മനുഷ്യസഹജമായ സ്വഭാവം കൊണ്ടാണ്. നിർഭാഗ്യവശാൽ വിഡ്ഢിയായ ജരാസന്ധന് അവിടുത്തെ കൗശലം മനസ്സിലായില്ല. അതിൻ്റെ ഫലമായിട്ട് അയാൾ ഇപ്പോൾ ഭൗതിക ശക്തിയെയും അന്തസ്സിനെയും ചൊല്ലി ഊറ്റം കൊള്ളുകയാണ്. അങ്ങയുടെ ഭക്തന്മാരെന്ന നിലയിൽ ഞങ്ങൾ അവിടുത്തെ പരമാധികാരത്തിന് ആണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ ഞങ്ങളെ തടങ്കലിലാക്കിയത്. ഞങ്ങളുടെ ഭീകരമായ അവസ്ഥ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഇത് കണക്കിലെടുത്ത് അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചാലും എന്നാണ് ബന്ധനസ്ഥരായ രാജാക്കന്മാരുടെ പ്രതിനിധിയും ദൂതനും എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അങ്ങയെ ബോധിപ്പിക്കുകയും ഞങ്ങളുടെ അപേക്ഷ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങയുടെ പാദപത്മങ്ങളിൽ സ്വയം നേരിട്ട് അഭയം തേടാൻ എല്ലാ രാജാക്കന്മാരും ആകാംക്ഷാഭരിതരായിരിക്കുകയാണ്. ഭഗവാനെ, അവരോട് കരുണ കാണിക്കണമേ, അവരുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കണമേ. അപ്പോൾ ജരാസന്ധൻ പല വിധത്തിൽ ദ്രോഹിക്കുക മാത്രമല്ല, ഈ രാജാക്കന്മാരെയൊക്കെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുകയാണ്. എല്ലാവിധ പീഡനങ്ങളും ജീവിതത്തിലുണ്ടാകേണ്ട എല്ലാവിധ ദുഃഖങ്ങളും ഇവർ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവസാനമാണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ദുരാചാരിയായിരുന്നാലും അവസാനമെങ്കിലും മറ്റൊരു ശരണമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നവരെ എത്രയും വേഗം ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വശാന്തി മികച്ചതി എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതേപോലെ മറ്റൊരു ശരണമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ രാജാക്കന്മാരെല്ലാം ഭഗവാനെ ശരണം പ്രാപിക്കാൻ തീരുമാനിച്ചതിൻ്റെ പരിണതഫലമാണ് അവരുടെയൊക്കെ പ്രതിനിധിയായിക്കൊണ്ട് ഒരു ഭക്തൻ ഭഗവാനെ സമീപിച്ച് ആ എല്ലാ രാജാക്കന്മാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ, അവരോടും കരുണ കാണിക്കണമേ, അവരുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കണമേ. ബന്ധനസ്ഥനായ രാജാക്കന്മാരുടെ ദൂതൻ ഭഗവാന്റെ മുമ്പിൽ തൻ്റെ അപേക്ഷ സമർപ്പിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ നാരദ മഹർഷി അവിടെ ആഗതനായി. മഹാനായ ആ പുണ്യാത്മാവിൻ്റെ മുടി സ്വർണം പോലെ തിളങ്ങിയിരുന്നു. അദ്ദേഹം സഭാമന്ദിരത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ സൂര്യദേവന്റെ സാന്നിധ്യം ഉണ്ടായതുപോലെ തോന്നി. ശിവൻ, ബ്രഹ്മദേവൻ എന്നിവർക്ക് പോലും ആരാധ്യനാണ് ഭഗവാൻ കൃഷ്ണൻ. എന്നിട്ടും നാരദനെ കണ്ട ഉടൻ തൻ്റെ മന്ത്രിമാർക്കും മറ്റു ഉദ്യോഗസ്ഥന്മാർക്കുമൊപ്പം അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. നാരദനെ സ്വീകരിക്കുകയും ശിരസ് കുനിച്ച് അദ്ദേഹത്തിന് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. നാരദമുനി സുഖകരമായ ഒരു പീഠത്തിൽ ഉപവിഷ്ടനായി. സാധാരണയായി ഒരു പുണ്യാത്മാവിനെ സ്വീകരിക്കേണ്ട എല്ലാ അനുസാരികളോടും കൂടി ഭഗവാൻ അദ്ദേഹത്തെ പൂജിച്ച് നാരദനെ സംതൃപ്തനാക്കാനുള്ള ഉത്സാഹത്തിനിടയിൽ സ്വതസിദ്ധമായിട്ടുള്ള മധുര ശബ്ദത്തിൽ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട ദേവർഷേ, ത്രൈലോക്യങ്ങളിലെ കാര്യങ്ങളൊക്കെ ഭദ്രം തന്നെയല്ലേ? പ്രപഞ്ചത്തിലെ ഉപരി, മധ്യേ, അധോലോകങ്ങളിലും ബാഹ്യ ആകാശത്തും എല്ലാം നിർബാധം സഞ്ചരിക്കാൻ അങ്ങേക്ക് അർഹതയുണ്ടല്ലോ. ഭാഗ്യവശാൽ അങ്ങയെ കണ്ടതുകൊണ്ട് പുണ്യവാന അങ്ങയിൽ നിന്ന് 3 ലോകങ്ങളിലെയും വാർത്തയറിയാൻ എളുപ്പമായി. സർവേശ്വരൻ്റെ ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൽ അങ്ങയുടെ അറിവിൽപ്പെടാത്തതായിട്ട് യാതൊന്നുമില്ല. അങ്ങയ്ക്ക് സർവവും അറിയാം. അതിനാൽ നാം അങ്ങയോട് ചോദിക്കുന്നു, പാണ്ഡവർക്ക് ക്ഷേമം തന്നെയല്ലേ? യുധിഷ്ഠിരൻ്റെ ഇപ്പോഴത്തെ പരിപാടി എന്താണ്? അവർ തൽക്കാലം എന്താണിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? അപ്പോൾ ഈ ഭക്തൻ വന്ന് സങ്കടം പറയുന്ന അതേ സമയത്ത്, അത് പറഞ്ഞ് സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാനോട്
ഞങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് നിർത്തിയ സമയത്ത് തന്നെയാണ് നാരദരുടെ വരവും അവിടെ. അപ്പോൾ ആ മഹാത്മാവിൻ്റെ വരവ് ഭഗവാൻ എഴുന്നേറ്റ് നിന്ന് നാരദരെ സ്വീകരിക്കുകയും ശിരസ് കുനിച്ച് അദ്ദേഹത്തിന് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് ഇരിക്കാനായിട്ടുണ്ട് സുഖമായ ഒരു പീഠത്തിൽ ഉപവിഷ്ടനാകും. സാധാരണയായിട്ട് ഒരു പുണ്യാത്മാവിനെ സ്വീകരിക്കേണ്ട എല്ലാ അനുസാരികളോടും കൂടി ഭഗവാൻ അദ്ദേഹത്തെ പൂജിച്ചു. നാരദനെ സംതൃപ്തനാക്കാനുള്ള ഉത്സാഹത്തിനുണ്ടെങ്കിൽ സ്വതസിദ്ധമായ മധുരശബ്ദത്തിൽ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രിയപ്പെട്ട ദേവർഷേ, ത്രൈലോക്യങ്ങളിലെ കാര്യങ്ങളൊക്കെ ഭദ്രം തന്നെയല്ലേ? കാരണം എല്ലായിടത്തും സഞ്ചരിക്കുന്നതുകൊണ്ട് എല്ലായിടത്തെയും അതാത് സമയത്തെ വിശേഷങ്ങളൊക്കെ നാരദരോട് ചോദിച്ചാൽ ആർക്കും അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശരിക്കും ആദ്യത്തെ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ വേണേൽ പറയാം. എല്ലാ ലോകങ്ങളിലെയും വാർത്ത അറിയാൻ എളുപ്പമായിട്ട് നാരദർ എല്ലാ ലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞു, ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൽ അങ്ങയുടെ അറിവിൽപ്പെടാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ലല്ലോ, അങ്ങയ്ക്ക് സർവവും അറിയാം. അതിനാൽ ഞാൻ അങ്ങയോട് ഇതാ ചോദിക്കുന്നു, പാണ്ഡവർക്ക് ക്ഷേമം തന്നെയല്ലേ? യുധിഷ്ഠിരന്റെ ഇപ്പോഴത്തെ പരിപാടി എന്താണ്? അത് തൽക്കാലം എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്നോട് പറയാമോ? മഹർഷി നാരദൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഭഗവാനെ, സർവേശ്വരൻ സൃഷ്ടിച്ച പ്രപഞ്ച പ്രത്യക്ഷത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു. എന്നാൽ അങ്ങ് സർവ്വവ്യാപിയായ സൃഷ്ടാവാണെന്നും എനിക്കറിയാം. ഈ പ്രത്യേക പ്രപഞ്ചത്തിൻ്റെ അധീശനായിരിക്കുന്ന ബ്രഹ്മാവിനെ പോലുള്ള ശക്തന്മാർക്ക് പോലും അളക്കാനാവാത്ത വിശാലവും ഭാവനാതീതവുമാണ് അവിടുത്തെ ശക്തി. അവിടുത്തെ സങ്കല്പാതീതമായിരിക്കുന്ന ശക്തിയിലൂടെ അങ്ങ് പരമാത്മാ രൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുമുണ്ട്. അഗ്നി എല്ലാവരിലും ഉണ്ടെങ്കിലും ആർക്കും അത് ദൃശ്യമല്ലാത്തതുപോലെ ബദ്ധജീവിതത്തിൽ ജീവാത്മാക്കളെല്ലാം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ അധികാരപരിധിയിലുമാണ്. അങ്ങനെയിരിക്കെ എല്ലായിടത്തും അങ്ങയുടെ സാന്നിധ്യം ദർശിക്കാൻ അവർക്ക് തങ്ങളുടെ ഭൗതിക നേത്രങ്ങൾ കൊണ്ട് സാധിക്കാതെയും വരുന്നു. എന്നാൽ അവിടുത്തെ അനുഗ്രഹത്താൽ അവിടുത്തെ ഭാവാതീതമായിട്ടുള്ള ശക്തിയുടെ പ്രവർത്തനം പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അതിനാൽ പാണ്ഡവരെക്കുറിച്ച് അങ്ങയ്ക്ക് അജ്ഞാതമല്ലാത്ത വാർത്തകൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നതുമില്ല. ഭഗവാനെല്ലാം അറിയാം, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഭഗവാൻ. പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുത്തെ ഭാവനാതീതമായ ശക്തികൾ കൊണ്ട് അവിടുന്ന് ഈ പ്രപഞ്ച പ്രത്യക്ഷത്തെ സൃഷ്ടിക്കുന്നു, അതിനെ നിലനിർത്തുന്നു, വീണ്ടും സംഹരിക്കുന്നു. ആധ്യാത്മിക ലോകത്തിൻ്റെ ഛായ മാത്രമാണ് ചിത്രീകരണമാണെങ്കിൽ പോലും ഈ ലോകം യാഥാർത്ഥമായിട്ട് തോന്നുന്നത് അവിടുത്തെ സങ്കല്പാതീതമായിരിക്കുന്ന ശക്തി അതിശയം തന്നെയാണ്. ഭാവിയിൽ അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അവിടുത്തെ അതീന്ദ്രിയമായ സ്ഥാനം എന്താണെന്നതും ഊഹാതീതമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും അങ്ങയ്ക്ക് എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുക മാത്രമാണ് കർത്തവ്യം. ശാരീരിക സാങ്കല്പത്തിലുള്ള ജ്ഞാനത്തിൽ എല്ലാവരും ഭൗതിക അഭിലാഷങ്ങളാൽ നീതരാണ്. ജനനമരണങ്ങളുടെ പുനരാവൃത്തിയിൽ ഒന്നിനു പുറകെ ഒന്നായി പുതിയ ശരീരങ്ങൾ എല്ലാവരും ആവിഷ്കരിക്കുന്നു. ഇത്തരമൊരു അസ്തിത്വ സങ്കല്പത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ ഭൗതിക ശരീരത്തിൽ ഈ പഞ്ചരത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാൻ വയ്യാതെ ഉഴലുന്നു. ഭഗവാനെ, അവിടുത്തെ അഹേതുകമായിരിക്കുന്ന കാരുണ്യം മൂലം പ്രബോധനാത്മകവും അഭിമാനപൂർണവും ആയ അങ്ങയുടെ വിവിധങ്ങളായിട്ടുള്ള അതീന്ദ്രിയ ലീലകൾ പ്രദർശിപ്പിക്കാനായി അവിടുന്ന് അവതരിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവിടേക്ക് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുകയല്ലാതെ എനിക്ക് മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല. പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുന്ന് സർവശ്രേഷ്ഠമായ പരബ്രഹ്മമാണ്. വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന നാടകത്തിലെ നടൻ സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് വിഭിന്നമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പോലെ സാധാരണ മനുഷ്യരൂപത്തിലുള്ള അങ്ങയുടെ ലീലകൾ തികച്ചും തന്ത്രപരമായ പ്രാഗൽഭ്യമാണ്. അങ്ങയുടെ ജ്ഞാനികളായുള്ള പാണ്ഡവരെക്കുറിച്ച് അവരുടെ അഭ്യുതകാംക്ഷി എന്ന നിലയിൽ അങ്ങ് എന്നോട് ചോദിച്ചു. അതിനാൽ അവരുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് എനിക്കറിയാം. ദയവായി കേട്ടാലും. ഉപരിലോകമായ ബ്രഹ്മലോകത്ത് ലഭിക്കാവുന്ന സർവ്വ ഐശ്വര്യങ്ങളും രാജാ യുധിഷ്ഠിരന് സ്വായത്തമാണെന്ന്
ആദ്യം തന്നെ അറിയിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന ഈ ഭൗതിക സമൃദ്ധിയും ഇനിയില്ല. എന്നിരുന്നാലും അങ്ങയുടെ സമ്പർക്കം ലഭിക്കാനും അങ്ങയെ സന്തോഷിപ്പിക്കാനും വേണ്ടി രാജസൂയ യാഗം നടത്തണമെന്ന് അദ്ദേഹം ഇച്ഛിക്കുന്നു. നാരദർ തുടർന്നു, ബ്രഹ്മലോകത്ത് ലഭിക്കാവുന്ന സർവ്വ ഐശ്വര്യങ്ങളും ഈ ഭൂമിയിൽ പോലും യുധിഷ്ഠിരൻ കൈവച്ചിരിക്കുന്നു. അദ്ദേഹം തികച്ചും സമ്പന്നനാണ്. അദ്ദേഹത്തിന് ഇനി കൂടുതലായിട്ട് ഒന്നും തന്നെ ആവശ്യമില്ല. അദ്ദേഹം എല്ലാവിധത്തിലും സമ്പൂർണനാണ്. പക്ഷേ അങ്ങയുടെ അഹൈതുകമായ കാരുണ്യം നേടിയതായിട്ട് അവിടുത്തെ പൂജിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഭഗവാനെ, യുധിഷ്ഠിരൻ്റെ ഈ മഹത്തായ യാഗകർമ്മങ്ങളിൽ സർവ്വദേവന്മാരുടെയും ലോകത്തിലുള്ള സർവ്വരാജാക്കന്മാരുടെയും ഒരു സമ്മേളനവും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് പരമപുരുഷനായ പരബ്രഹ്മമാണ്. ശ്രവണം, കീർത്തനം, സ്മരണം എന്നീ നിർദ്ദിഷ്ട രീതിയിൽ അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ നിരതനാകുവാൻ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും മുക്തനായി പവിത്രീകരിക്കപ്പെടും. അപ്പോൾ പിന്നെ അങ്ങയെ നേരിട്ട് കാണാനും സ്പർശിക്കാനും അവസരം ലഭിക്കുന്നവരുടെ കാര്യം പ്രത്യേകം പറയണോ? അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ, സർവമംഗളങ്ങളുടെയും പ്രതീകമാണത്. അവിടുത്തെ അതീന്ദ്രിയമായ നാമവും കീർത്തിയും ഉപരി അധോലോകത്തിൽ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെയും വ്യാപരിച്ചിരിക്കുന്നു. അവിടുത്തെ പാദപത്മങ്ങളെ തഴുകുന്ന സർവ അതിശായിയായിരിക്കുന്ന ജലം ഉപരിലോകത്തിൽ മന്ദാകിനി എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.